തുർക്കി ഒരു നിലയിലും ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ട്രംപ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് വിചിത്രമായ ഒരു സംഗതിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയെ അവർ വിശ്വസിക്കുന്നില്ല. കാരണം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടറായിട്ടാണ് അവർ തുർക്കിയെ കാണുന്നത്. പക്ഷേ തുർക്കി ഇല്ലാതെ ഞങ്ങളങ്ങോട്ടില്ല എന്ന നിലപാട് ബാക്കി രാജ്യങ്ങൾ, ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സുള്ള ബാക്കി രാജ്യങ്ങൾ കൂടെ നിലപാട് സ്വീകരിക്കുകയും ട്രംപ് അത് പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ഹെൽപ്ലെസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു എളുപ്പം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തുർക്കിയുടെ ഫോഴ്സ് ഗസയിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓൺ ദ ബാക്ക് യാർഡ് ഓഫ് ഇസ്രായേലിൻ്റെ മുറ്റത്ത് തുർക്കിയുടെ സൈന്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രൂപീകരിക്കപ്പെടാതെ ഹമാസിനെ ഡിസാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിസാംമെൻറ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ഡിസാംമെൻറ്റ് ഹമാസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സീസ് ഫയർ അഗ്രിമെൻറ്റിലെ ഏറ്റവും അപ്രായോഗികമായുള്ളൊരു കാര്യമായിരിക്കും. കാരണം അവരുണ്ടാക്കിയത് തന്നെ എന്തിനാണ്? ഇസ്രായേലിൻ്റെ കോളനൈസേഷൻ അവസാനിപ്പിക്കാൻ ആംഡ് സ്ട്രഗിൾ അല്ലാതെ മറ്റൊരു വഴിയുമില്ല. സായുധമായി ഇസ്രായേലിനോട് പോരാടുകയല്ലാതെ, ആയുധത്തിൻ്റെ ഭാഷ, ശക്തിയുടെ ഭാഷയല്ലാതെ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഷ ഇസ്രായേലിന് അറിയില്ല. അപ്പോൾ ആയുധ ശക്തിയിലൂടെ ഇസ്രായേലിനോട് പോരാടിക്കൊണ്ടേ അവരെ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് ഹമാസിന്. അതുകൊണ്ട് ഒരു ഡിസാംഡ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ഫങ്ക്ഡ് ഹമാസ് ആയിരിക്കും ഒരർത്ഥത്തിൽ. അത് എഗൻ അവർ ഇന്നലെയും പ്രസ്താവിച്ചിട്ട് ഡിസാമിന് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, ISF വന്നതിന് ശേഷം ഡിസാമിന് നടക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. പക്ഷേ ഈ ISF എന്ന് പ്രയോഗത്തിലാകുമെന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത്, മറ്റൊരു അംഗീകരിക്കാവുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, തുർക്കി ഒരു നിലയിലും ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ട്രംപ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് വിചിത്രമായ ഒരു സംഗതിയാണ്. അത് നമ്മൾ പലവട്ടം കൂടെ ചർച്ച ചെയ്തതാണ്. അമേരിക്കയുടെ ഇസ്രായേൽ പോളിസിയിൽ അല്ലെങ്കിൽ അവരുടെ മിഡിൽ ഈസ്റ്റ് പോളിസിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് ഈ ഇസ്രായേലിന് വേണ്ടി അനാവശ്യമായ ഭാരങ്ങൾ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ഇസ്രായേൽ ഫസ്റ്റ് എന്ന നിലപാട് പ്രയോഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ ഓന ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന ചിന്ത ട്രംപിൻ്റെ തന്നെ ക്യാമ്പിൽ, റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തൊക്കെ ആണെങ്കിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതും ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുമ്പം ഇസ്രായേൽ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നോക്കൂ, ഇസ്രായേൽ ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കാര്യത്തിൽ പോലും തുർക്കി ഉണ്ടാവാൻ പാടില്ല ഒരു നിലക്കും എന്ന നിലപാട് നെതന്യാഹു സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാൻ ട്രംപ് സന്നദ്ധമാവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റായിട്ടാണ് കാണേണ്ടത്.